അതെ 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 വനിതാ ശിശുവികസന വകുപ്പിലെ അമ്മമാരായ ഞങ്ങളൊക്കെ ചേർന്നിട്ടാണ് കുഞ്ഞിനെ ഒരു 6 മാസത്തോളമായി നമ്മൾ പരിരക്ഷിക്കുന്നു. ഇന്ന് CWC ഉത്തരവ് പ്രകാരം നമ്മൾ എസ്കോർട്ടോടുകൂടി പോലീസ് എസ്കോർട്ടോടുകൂടി CWC ജാർഖണ്ഡിലേക്ക് ഏൽപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈ ചൈൽഡ് ലൈനിൽ വനിതാ ശിശു വികസന വകുപ്പിലായതുകൊണ്ട് ഒരുപാട് കേസസ് ഇങ്ങനെ ഉണ്ടാവും. പക്ഷേ നിധിക്ക് കുറച്ചുകൂടി പ്രത്യേകതയില്ലേ? ആണ് ജനനത്തോടെ ഉപേക്ഷിച്ച കുഞ്ഞിനെ ഞങ്ങൾ കൈയേറ്റ് മുതൽ ഞങ്ങളുടെ കുഞ്ഞായിട്ട് തന്നെ വളരുന്നു. ആത്മബന്ധം രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സന്തോഷം എന്ന് പറയുന്നത് അവളുടെ കൾച്ചറിലാണല്ലോ കുഞ്ഞ് വളരേണ്ടത്. അതിൻ്റേതായിട്ടുള്ള ഒരു ഇതിലേക്ക് നമ്മൾ ഭാഗമാകുന്നു. അത്രയേ. എത്ര പേരാ പോകുന്നത്? 4 പേരാണ്. 2 ടീമാണ് പോകുന്നത്. വനിതാ ശിശു വികസന വകുപ്പിലെ ഉദ്യോഗസ്ഥരും ജൂനിയർ ജസ്റ്റിസ് പോലീസിലെ യൂണിറ്റിലെ 2 അംഗങ്ങളും നമ്മൾ എസ്കോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ജാർഖണ്ഡ് CWCയിലേക്കാണ് ഇവർ പോകുന്നത്. പോകുന്നതിൽ വളരെ സന്തോഷം. കേരളം ഹൃദയത്തിലേറ്റിയ നിധിയെ നമ്മൾ യാത്ര അയക്കുകയാണ്. നിധിയുടെ എല്ലാ സംസ്കാരത്തിലും വളരാൻ വേണ്ടി നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഇവിടെ നിന്ന് യാത്ര അയക്കുകയാണ്. ആ പോകുന്ന സംഘാംഗങ്ങളാണ് നമ്മോട് സംസാരിച്ചത്. 7:20 അല്പസമയം കഴിഞ്ഞാൽ ധൻബാദ് എക്സ്പ്രസിൽ ഈ നിധിയും അവരുടെ രക്ഷിതാക്കളുമൊക്കെ ഈ കൂടെയുള്ള വനിതാ ശിശു വികസന വകുപ്പിലെ ഉദ്യോഗസ്ഥരൊക്കെ ജാർഖണ്ഡ് CWCയിലേക്ക് പോവുകയാണ്. എനിക്ക് ആ സമയത്തെ വിഷയമൊന്നും പറയാമെന്ന് തോന്നുന്നു. അതായത് എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇവർ ജാർഖണ്ഡിലേക്ക് പ്രസവിക്കാൻ വേണ്ടി പോകുന്ന ഒരു സമയത്താണ് പെട്ടെന്ന് ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടാവുകയും അങ്ങനെ എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രസവിക്കുകയും അതിനുശേഷം പിന്നീട് ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് അവർ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതിനുശേഷം പിന്നീട് സമയോചിതമായി തന്നെ ആരോഗ്യവകുപ്പ് ഈ കുട്ടിയുടെ ചികിത്സാ ചെലവൊക്കെ ഏറ്റെടുക്കുന്നു. ആശുപത്രിയിൽ ബില്ലടക്കുന്നു. പിന്നീട് എറണാകുളത്തെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. 28 ദിവസം പിന്നിട്ടൊരു കുഞ്ഞായിരുന്നു. അതിനുശേഷം പിന്നീട് ഇവർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി തന്നെ ആ കുഞ്ഞിനെ സർക്കാർ ഏറ്റെടുക്കുകയാണെന്ന് പറയുന്നു. കുഞ്ഞിനെ നിധി എന്ന് പേരിടുന്നു. പക്ഷെ പിന്നീടാണ് ഇവർക്ക് എതിരെ കേസെടുക്കാനുള്ള നീക്കങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നു. പക്ഷെ അപ്പോഴും ഈ കുഞ്ഞിനെ തിരികെ ഏറ്റെടുക്കാൻ അവർ തയ്യാറാണെന്ന് പറയുന്നു. അതിനുശേഷം പിന്നീട് അതുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്ക്സ് സങ്കീർണമായ നിയമപ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പക്ഷേ ഇപ്പോഴും CWCയുടെ ചുമതലയിൽ തന്നെയാണ്, സംരക്ഷണയിൽ തന്നെയാണ്. എന്തായാലും വൈകാതെ അല്പസമയം കഴിഞ്ഞാൽ ജാർഖണ്ഡിൽ CWCക്ക് കൈമാറും. എന്നാണോ കുഞ്ഞിനെ പൂർണ്ണമായി സംരക്ഷിക്കാൻ കഴിയുന്നൊരു സാമൂഹ്യ സാമ്പത്തിക ചുറ്റുപാട് ഉണ്ടാവുക, അന്ന് ഈ രക്ഷിതാക്കൾക്ക് തന്നെ കുഞ്ഞിനെ കൈമാറാൻ ഈ CWCയുടെ നിയമം ഉൾപ്പെടെ അനുശാസിക്കുന്നുണ്ട്. ആ രൂപത്തിൽ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് ഭാവിയിൽ അത്തരം നടപടികൾ ഉണ്ടാകുമെന്നൊരു ഉറപ്പുകൂടി ഈ രക്ഷിതാക്കൾക്ക് നൽകിയിട്ടുണ്ട്.